ഹരി ഓം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ 25-ാം അധ്യായമാണ്. പഞ്ചവിംശോധ്യായ. നമ്മൾ വ്യാഖ്യാനിച്ച് പദം പിരിച്ച് പറയുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ പഞ്ചവിംശോധ്യായ. ഇതിൽ കേവലം 15 ലൈനുകളേ ഉള്ളൂ. എങ്കിലും അത് പറയാൻ മാത്രമുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തുടങ്ങാം. ശ്രീ ശുക ഉവാച തസ്യ മൂലദേശേ 30 യോജന സഹസ്രാന്തര ആസ്തേ യാ വൈകല ഭഗവത താമസി സമാഖ്യാതാനന്ദ ഇതി സാത്വതീയ ദ്രഷ്ടൃദൃശ്യയോ രണ്ടാണ് ദ്രഷ്ടൃദൃശ്യയോ സംകർഷണം അഹമിത്യാഭിമാനലക്ഷണം യം സംകർഷണം ഇത്യാചക്ഷതേ. 30 മൂലദേശേ അനന്ത 30 യോജന സഹസ്രാന്തര ആസ്തേ യാ വൈ കല ഭഗവതഃ താമസി സമാഖ്യാത അനന്ത ഇതി ആഖ്യാത ആഖ്യാത അനന്ത. ആ വാക്കുകളെല്ലാം കിട്ടിയല്ലോ. ഇത്രയും വാക്കുകൾ. സംഘർഷണം ഇതി സാത്വതീയ ദ്രഷ്ടൃദൃശ്യയോ ദ്രഷ്ടാവിൻ്റെയും ദൃശ്യത്തിൻ്റെയും. ദ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ കാണുന്നയാളെ, ദൃശ്യം എന്ന് പറഞ്ഞാൽ കാഴ്ച. അപ്പോൾ ദ്രഷ്ടൃദൃശ്യയോ സംകർഷണം അഹം ഇത്യഭിമാനലക്ഷണം യം. ഇവിടെ യം എന്ന് പറഞ്ഞാൽ യാതൊരുവനെ. സാത്വതീയ സംകർഷണം ആചക്ഷതേ. സംകർഷണമെന്ന് പറയുന്നു. എല്ലാ വാക്കുകളും കിട്ടിയല്ലോ. തസ്യ മൂലദേശേ 30 യോജന സഹസ്രാന്തര. യോജന കഴിഞ്ഞ് കോമ ഇടാം. സഹസ്രാന്തര ആസ്തേ യാ വൈകല ഭഗവത വെട്ടിക്കളഞ്ഞു. താമസി സമാഖ്യാത അനന്ത ഇതി സാത്വതീയ ദ്രഷ്ടൃദൃശ്യോ സംകർഷണം അഹമിത്യഭിമാനലക്ഷണം യം സംകർഷണം ഇത്യാചക്ഷതേ. യസ്യേദം ക്ഷിതിമണ്ഡലം ഭഗവതോനന്ദമൂർത്തേ സഹസ്രശിരസ ഏകസ്മിൻ ഏവ ശീർഷണി ധ്രിയമാണം സിദ്ധാർത്ഥ ഇവ ലക്ഷ്യതേ. അനന്ത യസ്യ ഇദം ക്ഷിതിമണ്ഡലം. ഈ ക്ഷിതിമണ്ഡലത്തെ യസ്യ ഇദം ക്ഷിതിമണ്ഡലം ഭഗവതോനന്ദമൂർത്തേ അനന്തമൂർത്തേ യസ്യ ഭഗവത യാതൊരു ഭഗവാന്റെ സഹസ്രശിരസ് 1000 ശിരസിൽ ഏകസ്മിൻ ശീർഷണി ഒരു ശിരസിൽ മാത്രമായിട്ട് ഇതി ക്ഷിതിമണ്ഡലം ഈ ഭൂമിമണ്ഡലം ധ്രിയമാണം ധരിക്കപ്പെടുന്നു. അത് ഭഗവാന്റെ അനന്തശേഷൻ്റെ എല്ലാ പത്തികളിലും കൂടിയല്ല ഭൂമി ഇരിക്കുന്നത് കേട്ടോ. കേവലം ഒരു പത്തിയിൽ എന്നാണ്, ഒരു ഭണത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് ഭൂമി. ക്ഷിതിമണ്ഡലം ധ്രിയമാണം ധരിക്കപ്പെട്ടിരിക്കുന്നത് അവിടെയാണ് വെച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ ഇവ കടുകിൻ മണി എന്ന പോലെ ലക്ഷ്യതേ കാണപ്പെടുന്നു. ഈ അനന്തൻ എന്നുള്ള പേര് തന്നെ എന്താണെന്നറിയാമോ? 1000 ശിരസ്സുള്ളതിൽ വെച്ച് ഒരു ശിരസിലാണ് ഈ ഭൂമണ്ഡലം എങ്ങനെയിരിക്കുന്നത്? ഒരു കടുകിൻ്റെ മണി പോലെയാണ്. അപ്പോൾ അനന്തൻ്റെ വലിപ്പത്തെ കാണിക്കാനാണ് ഇതിത്രയും ചെറുതാക്കി ഒരു ഭണത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അനന്തൻ എന്നുള്ള പേരും അതുകൊണ്ട് തന്നെ അത്ര വലുതായ ശരീരമുള്ളത് കൊണ്ട് അനന്തൻ എന്ന പേരും വന്നത്.
അത്രയേ ഉള്ളൂ. യസ്യ വായിദം കാലേന ഉപസഞ്ജീഹിർഷത അമർഷ വിരചിത രുചിരഭ്രമത് ഭ്രുവോരന്തരേണ സാങ്കർഷണോ നാമ രുദ്ര ഏകാദശ വ്യൂഹ ത്രിയക്ഷ സ്ത്രീശിഖം ശൂലം ഉത്തംഭയൻ ഉദതിഷ്ഠത്. ശൂലം ഉത്തംഭയൻ ഉദതിഷ്ഠത്. യസ്യ വായിദം കാലേന ഉപസഞ്ജിഹീർഷത. ഉപസംഹരിക്കാൻ, ഇതിനെയെല്ലാം ഉപസംഹരിക്കാൻ. നമ്മളും ഈ അധ്യായം ഉപസംഹരിക്കാൻ പോവുകയാണ്. തീരാറായ ഒരു അധ്യായമല്ല ഈ സ്കന്ധം. അതായത് ഈ അടുത്ത അധ്യായത്തോടുകൂടി ഈ സ്കന്ധത്തിനെ തീർക്കുകയാണ്. അതായത് ഉപസഞ്ജീഹീർഷത കേട്ടോ, ഉപസഞ്ജിഹീർഷത വായിച്ചുറപ്പിച്ചോണം. യസ്യ യാതൊരുവൻ്റെ അമർഷ വിരചിത അമർഷ ക്രോധത്താൽ ഉണ്ടാക്കപ്പെട്ട രുചിരഭ്രമത് ഭ്രുവോർ അന്തരേണ ഏകാദശ വ്യൂഹ ത്രിയക്ഷ രുദ്ര 3 നേത്രങ്ങൾ അക്ഷം എന്ന് പറഞ്ഞാൽ കക്ഷി കണ്ണ്, ത്രിയക്ഷ 3 കണ്ണുള്ള നേത്രങ്ങളുള്ള രുദ്രൻ ത്രിശിഖം ശൂലം 3 ശിഖകളോട് കൂടിയ ശൂലം. ഒറ്റ ശൂലമല്ലല്ലോ, നമ്മുടെ ശിവൻ്റെ 3 ഇതല്ലേ കാണിക്കുന്നത്, ശൂലം ആയിട്ട് ഉത്തംഭയൻ ചലിപ്പിച്ചുകൊണ്ട് ഉദതിഷ്ഠത ഉത്ഥാനം ചെയ്തു, അവിടെ ഉണ്ടായി. അത്രയേ ഉള്ളൂ. യസ്യ വായിദം കാലേന ഉപസഞ്ജിഹീർഷത അമർഷ വിരചിത കാലേന ഉപസഞ്ജിഹീർഷതോ അമർഷ വിരചിത ഉപസഞ്ജിഹീർഷത അമർഷ വിരചിത അങ്ങനെ കേട്ടോ. രുചിര ഉപസഞ്ജിഹീർഷത അതൊന്നിച്ച് വായിച്ചാൽ മതി. യസ്യ വായിദം കാലേന ഉപസഞ്ജിഹീർഷതോമർഷ വിരചിത. അമർഷ വായിച്ചിട്ട് പിന്നെ വിരചിത വേറെ വായിക്കുക. അപ്പോൾ അമർഷ കഴിഞ്ഞൊരു കോമ ഇട്ടാൽ മതി. രുചിരഭ്രമത് കോമ ഭ്രുവോരന്തരേണ സാങ്കർഷണോ നാമ രുദ്ര ഏകാദശ വ്യൂഹ കോമ വെട്ടിക്കളഞ്ഞ് ത്രിയക്ഷ ത്രിശിഖം ശൂലം ഉത്തംഭയൻ ഉദതിഷ്ഠത്. യസ്യ ആംഘ്രി കമലയുഗളാരുണ നഖമണിഷണ്ട മണ്ഡലേഷു അഹിപതയ സഹ സാത്വദർശഭൈ പിന്നെ രേ വെട്ടിയിട്ട് ഏകാന്ത ഭക്തി യോഗേന അവനമന്ത സ്വവദനാനി പരിസ്ഫുരത കുണ്ടലപ്രഭാമണ്ഡിത ഗണ്ഡസ്ഥലാന്യതി മനോഹരാണി ഗണ്ഡസ്ഥലാനി അതിമനോഹരാണി പ്രമുദിത മനസാ ഖലു വിലോകയന്തി. യസ്യ ആംഘ്രികമലയുഗള അരുണ വിശദ നഖമണി ഷണ്ഡമണ്ഡലേഷു അഹിപതയ മണ്ഡലേഷു നാക്കുക, എന്നിട്ട് ആ വായുടെ ചിഹ്നം മാറ്റിയിട്ട് അഹിപതയ എന്ന് എഴുതുക. ഷ്വായുടെ ഹീയുടെ ഇടയ്ക്കായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഷൂ എന്ന് ആക്കുക. മണ്ഡലേഷു അഹിപതയ സഹ സാത്വദർശഭൈ ഏകാന്തഭക്തിയോഗേന അവനമന്ത സ്വവദനാനി പരിസ്ഫുരത് കുണ്ടലപ്രഭാമണ്ഡിത ഗണ്ഡസ്ഥലാനി എന്നാക്കിയിട്ട് പിന്നെ അതിമനോഹരാണി പ്രമുദിത മനസ ഖലു വിലോകയന്തി.
യസ്യൈവ ഹി നാഗരാജകുമാര്യ ആശിഷ ആശാസാന ചാർവംഗവലയ വിലസിത വിശദ വിപുല ധവള സുഭഗ രുചിര ഭുജ രജത സ്തംഭേഷു അഗരു ചന്ദന കുങ്കുമ പങ്കാനുലേപന അവലിംബമാനാസ്തത് അഭിമർശനോന്മഥിത ഹൃദയമകരധ്വജ ആവേശരുചിര ലളിതസ്മിത സ വെട്ടിക്കളയ അനുരാഗ സ്മിത കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് സ വെട്ടിക്കളഞ്ഞിട്ട് സ്മിത തദനുരാഗ മതമുദിത മതവിഘൂർണിത അരുണകരുണാവലോക നയനവദനാരവിന്ദം സവ്രീഡം കില വിലോകയന്തി. അത് ഇച്ചിരി പലയിടത്തും നമ്മൾ കോമായിട്ട് പോകേണ്ടതാണേ. അതിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. യസ്യൈവ ഹി നാഗരാജകുമാര്യ ആശിഷ ആശാസാന ചാർവംഗ വലയ വിലസിത ചാർവംഗ വലയ വിലസിത വിശദ വിപുല ധവള സുഭഗ രുചിര. അത് ഒന്നിച്ച് പറഞ്ഞു. സുഭഗ രുചിര എല്ലാം നമ്മളങ്ങനെ മാറ്റി മാറ്റി. ഭുജ രജതസ്തംഭേഷു അഗരു ചന്ദന കുങ്കുമ പങ്കാനുലേപന അവലിംബമാനാഹ തദഭിമർശന മതമുദിത മതവിഘൂർണിത അരുണകരുണാവലോക നയന തദനുരാഗമത മുദിത മതവിഘൂർണിത കരുണാവലോക നയന വദനാരവിന്ദം സവ്രീഡം കില വിലോകയന്തി. സുഭഗ രുചിര അവിടെ നിന്ന് നോക്കാം. ബാക്കി ചാർവംഗ വലയ വിലസിത വിശദ വിപുല ധവള സുഭഗ രുചിര ഭുജ രജ സ്തംഭേഷു അഗരു ചന്ദന കുങ്കുമ പങ്കാനുലേപന അവിലംബമാന തദഭിമർശനോന്മഥിത മകരധ്വജ ആവേശ രുചിരലളിത സ്മിതാസ്തദനുരാഗ മതമുദിത മതവിഘൂർണിത അരുണ കരുണാവലോക നയന പതനാരവിന്ദം സവ്രീഡം കില വിലോകയന്തി. സ ഏവ ഭഗവാൻ അനന്തോനന്ദ ഗുണാർണവ ആദിദേവ ഉപസംഹൃത അമർഷ രോഷവേഷു ലോകാനാം സ്വസ്ഥ ആസ്തേ. അതൊന്നും പറയാനില്ല ഇവിടെ. ഉപസംഹൃത അമർഷ രോഷവേഗോന്നേ ഉള്ളൂ. 7 അതും ഇത്തിരി കൂടുതലുണ്ട്. ധ്യായമാന സുരാസുര ഉരഗ അനവരത മതമുദിത സുരസുരോരഗ സിദ്ധഗന്ധർവ വിദ്യാധര
ഇപ്പം നമ്മൾ ധ്യായമാന സുരാസുരോരക എന്ന് വായിച്ചാലും മതി. നിങ്ങളത് ഉരക എന്ന് വായിക്കുന്നത് നിർബന്ധമില്ല കേട്ടോ. ധ്യായമാന സുരാസുരോരക സിദ്ധഗന്ധർവ വിദ്യാധര മുനിഗണൈർ അനവരത മതമുദിത അനവരത കഴിഞ്ഞ് ഇട്ടു മതമുദിത വികൃത വിഹ്വല ലോചന സുലളിത മുഖരികാമൃതേനാപി അപ്യായമാന എന്നാണ് ആ വാക്ക്. ആപ്യായമാന മുഖരികാമൃതേന ആപ്യായമാന സ്വപാർഷദ വിബുധ യൂഥപതീന പരിമ്ലാനരാഗ അപരിമ്ലാന അതെ അങ്ങനെയല്ലേ വരുന്നത്. സ്വപാർഷദ വിബുധ യൂഥപതീന അപരിമ്ലാനരാഗ പതീനപരി അപരിമ്ലാനമാന രാഗാന്നാക്കണം കേട്ടോ. സ്വപാർഷദ വിബുധ യൂഥപതീൻ അപരിമ്ലാന രാഗ നവ തുളസികാമോദ മധ്വാസവേന മാദ്യൻ മധുകരവ്രാത മതിച്ച വണ്ടുകൾ. മാദ്യൻ മധുകരം വണ്ട്. മധുകര വ്രാത മധുരഗീതശ്രിയം വൈജയന്തിം സ്വാം വനമാലാം വൈജയന്തി എന്നു പേരുള്ള സ്വന്തം വനമാലയെ നീലവാസ ഏകകുണ്ടലോഹല കകുതി ഏകകുണ്ടല ഹല കകുതി ഹലം എന്ന ആയുധത്തിൻ്റെ മേലെ കൃതസുഭഗ സുന്ദരഭുജ ഭുജോ ഭഗവാൻ ഭുജോ എന്ന് തന്നെ വായിക്കാം കേട്ടോ. മഹേന്ദ്രോ വാരണേന്ദ്ര ഇവ കാഞ്ചനീം കക്ഷാം ഉദാരലീലോ ബിഭർത്തി കൃതസുഭഗ സുന്ദരഭുജ വാരണേന്ദ്ര കാഞ്ചനീം കക്ഷാം ഇവ സുവർണ ഉദാരലീല ബിഭർത്തി ഭരിക്കുന്നു. കിട്ടിയില്ല എല്ലാം നമ്മൾ വായിക്കാമേ. ധ്യായമാന സുരാസുരോരക സിദ്ധഗന്ധർവ വിദ്യാധര മുനിഗണൈർ അനവരത മതമുദിത വികൃത വിഹ്വലലോചന സുലളിത മുഖരികാമൃതേന ആപ്യായമാന സ്വപാർഷദ. അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അത് ആപ്യായ തന്നെയാണ്, ആ നീട്ടുണ്ട്. ആപ്യായമാന സ്വപാർഷദ വിബുധ യൂഥപതീൻ അപരിമ്ലാനരാഗ നവ തുളസികാമോദ മധ്വാസവേന മാധ്യൻ മധുകരവ്രാത മധുരഗീതശ്രിയം വൈജയന്തിം സ്വാം വനമാലാം നീലവാസ ഏകകുണ്ടലോ ഹല കകുതി കൃതസുഭഗ സുന്ദരഭുജോ ഭഗവാൻ മാഹേന്ദ്രോ വാരണേന്ദ്ര ഇവ കാഞ്ചനീം കക്ഷാം ഉദാരലീലോ ബിഭർത്തി. യേഷ ഏവ മനുശ്രുതോ ധ്യായമാനോ മുമുക്ഷൂണാം അനാദികാലകർമ്മവാസനാഗ്രഥിതം അവിദ്യാമയം ഹൃദയഗ്രന്ഥിം സത്വരജ തമോമയം അന്തർഹൃദയം
ഗത ആശോ നിർഭിനത്തി തസ്യാനുഭാവാൻ ഭഗവാൻ സ്വയംഭുവോ നാരദ സഹ തുമ്പുരുണ സഭായാം ബ്രഹ്മണ സംശ്ലോകയാമാസ. യേഷ ഏവം അനുശ്രുതോ ധ്യായമാന യേഷ അന്തർഹൃദയം ഗത മുമുക്ഷൂണാം അനാദികാലകർമ്മവാസനാഗ്രഥിതം അവിദ്യാമയം സത്വരജസ്തമോമയം ഹൃദയഗ്രന്ഥിം ആശു നിർഭിനത്തി തസ്യാനുഭാവാൻ സ്വയംഭുവ ഭഗവാൻ നാരദ തുമ്പുരുണ സഹ ബ്രഹ്മണ സംശ്ലോകയാമാസ. അതെല്ലാം കിട്ടിയില്ലേ? വലിയ പാടില്ലായിരുന്നേ. ഉത്പത്തി സ്ഥിതിലയ ഹേതവോസ്യ കൽപ്പ സത്വാദ്യ പ്രകൃതിഗുണ യദീക്ഷയാസൻ യദ് രൂപം ധ്രുവമകൃതം യദേകമാത്മൻ നാനാധാത് എന്നാണ് ആ വാക്ക്. ആത്മൻ ആക്കുക. യദേകമാത്മൻ നാക്കിയിട്ട് പിന്നെ എന്നാ വേണ്ട, വെറുന്നാ മതി. നാനാധാത് കഥമുഖാവേദ തസ്യ വർമ്മ. അതിനകത്ത് തിരുത്താനൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ധ്രുവമകൃതം യദേകമാത്മൻ. നാനാധാതല്ല, നാനാധാത്. പ്രകൃതിഗണ ഏകവുമായത് കൃഷ്ണ. നാനാ അധാതാത് കേട്ടോ. നാനാ അധാതാത്. നായാണേ, ജ്ഞാനല്ല. നാനാ അധാതാത്, നാനാധാത് ഒന്ന് ചോദിച്ചാൽ മതി. കഥമോഹ വേദ തസ്യ വർമ്മ മൂർത്തിം ന പുരു കൃപയാ ബഭാരസത്വം സംശുദ്ധം സദസദിതം വിഭാതി യത്ര യത് ലീലാം. യത് ലീലാമാണ്, യത് ലീലമായത്. യത് ലീലാം മൃഗപതിരാദതേന്നവദ്യാം ആദാതും സ്വജനമനാം സ്യുദാരവീര്യഃ. ആദാതും സ്വജനമനാംസി ഉദാരവീര്യഃ. സ്വജനമനാംസി ഉദാരവീര്യഃ. മൂർത്തിം സത്വം മൂർത്തിം ന പുരുകൃപയാ വിഭാതി സദസദിതം. സദ് അസത് ഇതം. സദസത് ഒന്ന് ചോദിച്ചാൽ മതി. സദസത് ഇതം എത്ര വിഭാതി സ ന പുരുകൃപയ അല്ല മൂർത്തിം ന പുരുകൃപയ സംശുദ്ധം സത്വം സംശുദ്ധം മൂർത്തിം ഉദാരവീര്യ മൃഗപതി മൃഗ്യതേ ഇതി മൃഗ. ഭഗവാൻ സ്വന്തം അഭീഷ്ടലാഭത്തിനായിട്ട് യാതൊരുവനെ അന്വേഷിക്കുന്നു അവൻ എന്ന് മൃഗപദത്തിനർത്ഥം കേട്ടോ ഇവിടെ. അപ്പോൾ ബ്രഹ്മാദികളായ ദേവന്മാരെന്നും പറയാം ഈ മൃഗം എന്ന് പറഞ്ഞത്. മൃഗ്യതയെന്ന് ഉദാരവീര്യ ഉത്കൃഷ്ടമായ വീര്യത്തോടു കൂടിയ മൃഗപതി. ദേവന്മാരുടെ എല്ലാം മൃഗങ്ങൾ എന്നുള്ള ഉദ്ദേശം ഒന്നിച്ച് പറഞ്ഞിട്ടുള്ള ഭക്തന്മാർ അവരുടെ എല്ലാം പതിയായ ദേവന്മാരുടെയും അവരുടെ പതി ആയ നാഥൻ മൃഗപതി ദേവദേവൻ എന്ന് ശ്രദ്ധിച്ചു. സ്വജന മനാംസി ഉദാരവീര്യഃ. യല്ലീല യാതൊരു ലീലയെ ആദദേ
അത് സ്വീകരിച്ചു. നാഥതെ സ്വീകരിച്ചു. എന്നാമശ്രുതമനി അനുകീർത്തയേത് അകസ്മാത് എന്നാമ അകസ്മാത് എന്നാമ ശ്രുതമനുകീർത്തയേത് അകസ്മാത്. ആർത്തോ, അകസ്മാത് കഴിഞ്ഞ് പിന്നെ ദാ വേണ്ട, ആർത്തോ എന്ന് മതിയല്ലോ. അപ്പോൾ അതങ്ങനെ ആക്കിക്കോണം. ആർത്തോ വാ യതി പതിത പ്രലംബനാദ്വാ ഹന്ത്യംഹ സപതി നൃണാം അശേഷമന്യം കം ശേഷാത് ഭഗവത ആശ്രയേൻ മുമുക്ഷുഹു. ആശ്രയേത് മുമുക്ഷുഹു. ഭഗവത ശേഷാത് ഭഗവത ആശ്രയേത് മുമുക്ഷുഹു. മൂർധന്യർപ്പിതമണുവത് സഹസ്രമൂർധ്നോ ഭൂഗോളം സ ഗിരി സരിത് സമുദ്രസത്വം ഉണ്ട്. ഭൂഗോളം സ ഗിരി സരിത് സമുദ്രസത്വം ആനന്ദ്യാത് അനിമിത വിക്രമസ്യ ഭൂമ്ന. ആനന്ദ്യാത് സ ഗിരി സരിത് സമുദ്രസത്വം സഹസ്രമൂർധ്ന മൂർധ്നി സഗിരി സരി സമുദ്രസത്വം ഭൂഗോളം അണുവത് അർപ്പിതം. ഭൂഗോളം അർപ്പിതമണുവത് അനാദ്യാത അനിമിത വിക്രമസ്യ ഭൂമ്ന. അനിമിത വിക്രമസ്യ കേട്ടോ. ആനന്ദ്യാത് അനിമിത വിക്രമസ്യ ഭൂമ്ന. ആനന്ദ്യാത് ആനന്ദം എന്ന ഹേതുവാൽ സഹ ജിഹ്വ കോ വീര്യാണി അധിഗണയേത് സഹസ്രജിഹ്വ ക അധിഗണയേത് ഗണിക്കും. ആര് ഗണിക്കും? ഇത് കോ ക എന്നുള്ളിടത്ത് കാന്നേ ഉള്ളത്. ക വീര്യാണി അധിഗണയേത് സഹസ്രജിഹ്വ. എല്ലാം കിട്ടിയല്ലോ. ഏവം പ്രഭാവോ ഭഗവാൻ അനന്തോ ദുരന്ത വീര്യോ ഒരു ഗുണാനുഭാവഃ. ദുരന്ത വീര്യ ഒരു ഗണാനുഭാവഃ. അതാണ് ദുരന്ത വീര്യോ ഒരു ഗണാനുഭാവ. അങ്ങനെ വായിച്ചാൽ മതി. മൂലേ രസായ സ്ഥിത ആത്മതന്ത്രോ യോ ലീലയാക്ഷ്മാം സ്ഥിതയേ ബിഭർത്തി. ഒന്നുമില്ല. ഏതോ ഹ്യേവേഹ നൃഭിരെന്ന് വേണ്ട. ഏതാ ഹ്യേവേഹ നൃഭിർ ഉപഗന്ധവ്യ ഗതയോ യഥാ കർമ്മ വിനിർമ്മിത യഥോപദേശമനുവർണിത കാമാൻ കാമയമാനി. യഥോപദേശം അനുവർണിത. യഥോപദേശം എന്ന് വായിക്കുക. പിന്നെ വെട്ടി അനുവർണിത എന്ന് വായിക്കുക. അത്രയേ ഉള്ളൂ. ഏതാവതീർഹി രാജൻ പുംസ പ്രവൃത്തിലക്ഷണസ്യ ധർമ്മസ്യ വിപാകഗതയ ഉച്ചാവച വിസദൃശ യഥാ പ്രശ്നം വ്യാചഖ്യേ കിം അന്യത് കഥയാമ ഇതി. കിം അന്യത് ഒന്ന് വേണമെങ്കിൽ തിരുത്തിയാൽ മതി. അതിനകത്തൊന്നും തിരുത്താനില്ല. സത്യത്തിൽ പിരിക്കാനൊന്നുമില്ല. ഏതാവതീർഹി രാജൻ. ഏതാവതീർഹി രാജൻ പുംസ പ്രവൃത്തിലക്ഷണമായ ഉച്ചാവച വിസദൃശ വിപാകഗതയ ഏതാവതി ഹി
ഏതാവതി കഴിഞ്ഞിട്ട് ഇറുണ്ട്, അത് അവിടെ ഏതാവതീഹി എന്നാ വിസർഗമ. ഏതാവതീർഹി, അതാണ് ഏതാവതീർഹി എന്ന് പറഞ്ഞത്. ഹി ഇത്രേ തന്നെ ഉള്ളൂ. ഏതാവതീർഹി രാജൻ പുംസപ്രവൃത്തിലക്ഷണസ്യ ധർമ്മസ്യ വിപാകഗതയ ഉച്ചാവച വിസദൃശ യഥാ പ്രശ്നം വ്യാചഘ്യേ കിമന്യത് കഥയാമ ഇതി. അന്യത് വ്യാചഘ്യേ കിം അന്യത് കഥയാമ ഇതി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ അധസ്ഥാനനിരൂപണേ ശേഷസ്ഥിതിനിരൂപണം നാമ പഞ്ചവിംശോऽധ്യായः.